നിർബന്ധമായിട്ട് ഈ കൗൺസില് അംഗീകാരം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. കാരണം ഈ കൗൺസിലിന്റെ മീറ്റിങ്ങിനകത്ത് ലീവ് എന്ന് പറയുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. എന്തെങ്കിലും കാരണവശാൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറ്റാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു എത്തിച്ചേരാൻ പറ്റാത്ത ഒരു ഘട്ടം വരുമ്പോഴത്തേക്കാണ് ലീവ് പ്രവേശിക്കുന്നത്. അതല്ലാതെ കാപ്പ കേസിനകത്ത് പ്രതി ചേർത്ത് ഹൈക്കോടതി ഉൾപ്പെടെയുള്ളവരുടെ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്രതിക്ക് ഒരു ആനുകൂല്യം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത് ഹൈക്കോടതി തന്നെയാണ്. ഹൈക്കോടതി ആ സുഗതന്റെ കേസ് ബെഞ്ചിനകത്ത് വരുമ്പോൾ ആ കേസിനകത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു കാരണവശാലും ഒരു ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഒരു പ്രിവിലേജും ഈ കാപ്പ കേസിന്റെ പ്രതിയായിട്ടുള്ള ആളുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെ നിരീക്ഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പറ്റാത്ത സുഗതനെ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ നടത്താൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജയിലിൽ പോയി ഈ സുഗതന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പിൽ നിന്നൊരു കത്ത് രേഖാമൂലം ഇവിടെ മേയർ വായിക്കുകയുണ്ടായി. ആ കത്ത് തന്നെ ആഭ്യന്തര വകുപ്പ് പിൻവലിക്കുകയും അത് ശരിയായ നടപടിയല്ല എന്നുള്ളത് രേഖപ്പെടുത്തി ഇവിടെ നമ്മുടെ കോർപ്പറേഷന്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ അറിയിക്കുകയും ചെയ്തു എന്നുള്ളത് മാത്രമല്ല, അത്തരം നടപടിയെടുത്തവർക്കെതിരെ നടപടിയെടുക്കുന്ന തരത്തിലേക്ക് പോലും ഗവൺമെന്റ് മാറി എന്നുള്ളതാണ്. അപ്പോ ഗവൺമെന്റ് തന്നെ അങ്ങനെ ഒരു ഉത്തരവ് പാലിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞതോടുകൂടി തന്നെ ആഭ്യന്തര വകുപ്പിലേക്ക് വന്നിട്ടുള്ള സുഗതന്റെ ലീവ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ ജയിലിൽ നിന്ന് സൂപ്രണ്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ള ആഭ്യന്തര വകുപ്പിലേക്കും അതുപോലെ തന്നെ DGP മുഖാന്തരം ലീവ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നതല്ല. അതിനുള്ള നിയമസാധ്യത തന്നെ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിനകത്ത് ഇവിടെ 6 മാസത്തേക്ക് ഇവിടെ നമ്മുടെ ഈ നിയമത്തിനകത്ത് പറയുന്നുണ്ടോ, ഈ കാപ്പ കേസിനകത്ത് പ്രതിയായിട്ടുള്ള ഒരാളെ കോടതി തന്നെ ഡീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നതിന് ഉത്തരവ് തന്നെ അതിന്റെ അർത്ഥം തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഒരു തരത്തിലും സമൂഹത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴത്തേക്കാണ് ഒരു നിയമ നടപടിയാണത്. ആ നിയമ നടപടിയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തെ ഇന്നിപ്പോ നെയ്യൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്. അങ്ങനെ നെയ്യൂർ ജയിലിൽ മാറ്റുന്ന പ്രതിക്ക് ഒരു നിയമത്തിന്റെ പരിരക്ഷയും കൊടുത്തുകൊണ്ട് ലീവ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ കൗൺസിലിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് പാടുന്നുള്ളതല്ല. കഴിഞ്ഞ കൗൺസിലിനകത്ത് 6 മാസത്തേക്ക് ലീവ് സാങ്ഷൻ ആക്കിയപ്പോൾ തന്നെ അതിന്റെ മിനിറ്റ്സ് എഴുതി ആ മിനിറ്റ്സ് രേഖാമൂലം വന്നപ്പോൾ തന്നെ സെക്രട്ടറിക്ക് ആ ഭാഗം തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി എടുക്കണമെന്നുള്ള ആവശ്യവും ഞാൻ ഈ സെക്രട്ടറിക്ക് രേഖാമൂലം കൊടുത്തിരുന്നതാണെന്നുള്ളതാണ്. ഒരു കൗൺസിൽ അംഗത്തിന്റെ മൗലികമായിട്ടുള്ള അവകാശമാണ് യഥാർത്ഥത്തിൽ ഒരു കമ്മിറ്റി കഴിഞ്ഞാൽ അതിന്റെ മിനിറ്റ്സ് എല്ലാവർക്കും സർക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു കൗൺസിൽ അംഗം എന്നുള്ള രൂപത്തിൽ ആ കഴിഞ്ഞ കമ്മിറ്റിയുടെ എന്തൊക്കെ തീരുമാനമാണെന്നുള്ളതിന്റെ മിനിറ്റ്സ് ഒക്കെ കൊടുക്കേണ്ടതാണ്. ആ മിനിറ്റ്സ് ഒക്കെ കൊടുക്കുന്നില്ല. ആ മിനിറ്റ്സിനകത്ത് രേഖപ്പെടുത്തുന്നതിനകത്ത് സത്യസന്ധമായി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വഴിവിട്ട് തെറ്റായ രൂപത്തിൽ രേഖപ്പെടുത്തുന്ന തരത്തിലേക്ക് ഇവിടെ മിനിറ്റ്സ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ആണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കൗൺസിൽ യോഗത്തിനകത്ത് മേയർ നിരന്തരമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ അംഗങ്ങളോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് മിനിറ്റ്സിനകത്ത് എഴുതിക്കേണ്ടത്. അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിനകത്ത് മേയർ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറായോ? ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് എണീറ്റപ്പോഴത്തേക്ക് എന്റെ മൈക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് ഉൾപ്പെടെയുള്ള വിഷ്വൽസ് വീഡിയോ ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ കൗൺസിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ശരിയായ രൂപത്തിൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ള അവകാശം പോലും നിഷേധിക്കുന്ന രൂപത്തിലേക്ക് കൗൺസിൽ മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ സെക്ഷൻ 40 മുനിസിപ്പൽ ആക്ട് 46 അനുസരിച്ച് ഈ പറയുന്ന സെക്രട്ടറിക്ക് ചുമതലയുണ്ട് ഈ കാര്യത്തിനകത്ത്. തെറ്റായ ഒരു വിവരം ഈ കൗൺസിലിനകത്ത് നിയമവിരുദ്ധമായിട്ട് നടന്നു കഴിഞ്ഞാൽ അത് തിരുത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി എടുക്കേണ്ടത് സെക്രട്ടറിയാണ്. സെക്രട്ടറി മൗനം പാലിക്കുകയാണ് ഇതിനകത്ത്. ഒരു മുനിസിപ്പൽ ചട്ടലംഘനത്തിനകത്ത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത ആ നിയമവ്യവസ്ഥയ്ക്കകത്ത് ഒരു സ്ഥലത്തും പറയുന്നില്ല 6 മാസത്തേക്ക് കാപ്പ കേസിനകത്ത് പ്രതിയായിട്ടുള്ള ഒരാളെ ഇവിടെ ലീവ് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ കൊടുക്കാൻ പാടില്ലാത്ത ഒരാളെ നിയമവിരുദ്ധമായി വീണ്ടും ഈ കൗൺസിൽ യോഗത്തിനകത്ത് വന്ന് ഈ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത് തെറ്റായ ചട്ടവിരുദ്ധമായിട്ടുള്ള നിയമ നടപടിയാണ്. അതിനെ സംബന്ധിച്ച് നിയമപരമായി പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ മേൽഘടകങ്ങളായിട്ടുള്ള ഗവൺമെന്റും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ തന്നെ രേഖാമൂലം കൊടുത്തിട്ടുള്ളതാണ്.
സെക്രട്ടറിക്കും ആ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി എടുക്കുന്നതിന് പകരം ഇത് വീണ്ടും വീണ്ടും തെറ്റുകളിൽ നിന്ന് തെറ്റിലേക്ക് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. ഈ കൗൺസിലിൽ വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഭൂരിപക്ഷ അടിസ്ഥാനത്തിനകത്ത് തീരുമാനമെടുക്കാം. പക്ഷെ അതൊന്നും ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ പോകുമ്പോൾ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം എന്നുള്ള കാര്യത്തിന് മാത്രം ബഹുമാനപ്പെട്ട മേയറും ഈ ഇത്തരം നടപടിയെടുക്കുന്നവരും മനസ്സിലാക്കിയിട്ടുണ്ടാ മതി എന്നുള്ളതാണ്. ഇത്തരം ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ സഭയ്ക്ക് നടക്കുന്ന കാര്യത്തിൽ നിന്ന് പിന്തിരിയണമെന്നുള്ളതും ഈ ലീവ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇവിടെ അംഗീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. നിയമവിരുദ്ധമായിട്ടുള്ള നടപടിയിലേക്ക് മേയർ മാറരുത് എന്നുള്ളത് അടിവരയിട്ട്